നമ്മളെ ജീവിതത്തിൽ ഭയ നല്ല പ്ലാൻഡ് ആക്കണം. ഇതാ 25 കോടി 25 കോടി പറഞ്ഞാൽ നമുക്കില്ലേ എന്തായാലും ഒരു 18 കോടി നമ്മുടെ കയ്യിൽ കിട്ടും. 18 കോടി 18 കോടി പറഞ്ഞാല് അതിലൊരു 8 കോടിയിലെ വീട് കിട്ടാം. അത്രക്കല്ലേ വീട് വേണം? 8 കോടിയിലെ വീട് വേണം. റെന്റിലല്ല എല്ലാവർക്കും നല്ലോണം പൈസ. അത് പിന്നെ നമ്മൾ കയ്യിലുണ്ടല്ലോ. 8 കോടിയിൽ വീട് കിട്ടാം. 8 കോടിയിൽ വീട്, ഒരു 2 കോടിയിലെ കാർ എടുക്കുമ്പോ നല്ല കാർ തന്നെ എടുക്കണം അല്ലെ. പിന്നെ അവിടെ ബാക്കിയിട്ട് തളർന്ന് പിടിക്കുന്ന അത് അപ്പൊ ഒരു 4 കോടി ഇട്ടാം. 4 കോടിയിലെ കാർ ഇട്ടാം. 4 കോടിയിലെ കാർ. പിന്നെ ബാക്കി നമ്മൾ 1 2 3 6 കോടി. ഈ 6 കോടി നമ്മൾ എന്താക്കണേ? 3 കോടി നമുക്ക് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാണ്. മാസം പലിശ കിട്ടുന്നില്ല നമുക്ക്. പിന്നെ നമ്മളേക്ക് ബ്രോക്കർ പണിയ വേണം. അടിച്ച് പൊളിക്കാം നമുക്ക്. എന്നാലും ആ 3 കോടി ബാക്കിയല്ല. അത് ആലോചിക്കുമ്പോ എന്നെ പ്രാന്താണ്. ദൈവമേ, രതീഷേ, ഇന്ന് ഉച്ചക്ക് നറുക്കെടുപ്പ് നമുക്ക് തന്നെ അടിക്കും. എന്തായാലും അടിക്കും. നിന്നെ ഞാൻ പള്ളി കൊണ്ടുപോയിട്ട് മുട്ടയടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിക്കും. 100 മിക്കവാറും അടിക്കും. ലോട്ടറി അല്ല, ചെമ്പൻ. ഓരോ പെണ്ണ് കാണിക്കാന്ന് നീ പറഞ്ഞല്ലേ? അയ്യോ, ഞാനത് മറന്നിട്ടില്ല. ഇനിയിപ്പോ ഏത് പെണ്ണിനെ കാണിക്കുന്നത്? നീ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തേ. നാട്ടിലെ പെൺപിള്ളേരെ പറ്റ ഫോട്ടോ ഉണ്ട്. ചെമ്പന് പറ്റ പെണ്ണുങ്ങളുണ്ട്. നോക്കിയോ. എന്റെ അമ്മ പണി റോസും ഉണ്ടാ. എന്റെ മര്യാദയിൽ എടുക്കും നീ. എനിക്കറിയുന്ന പെണ്ണ് ഇത്രയേ ഉള്ളൂ. എന്തായാലും ചെമ്പന്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പായി. നീ ബേജാറാക്കണ്ട. നമ്മള് ഗോവിന്ദേട്ടന്റെ മോളെ ചെമ്പന് കാണിച്ചാലോ? ആര്? അമ്മണി കുട്ടിയാ? അത് കൊള്ളാം. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലടാ. എന്ത് പ്രശ്നം? ഓളം കുറച്ചേക്കനല്ല റാമ്പു. ഓന് പണ്ടിടെ ബസ് സ്റ്റാൻഡും ആടെ ഈടെ എല്ലാം ഫുള്ള് പാടി നടന്നിട്ടേ എന്റെ പെണ്ണ് എറിഞ്ഞിട്ട് ഓൻ എന്തായാലും പ്രശ്നമാക്കും. അത് ഉറപ്പ്. നീ പണ്ട് ഈ പായ കൊത്തിട്ട് കാര്യമില്ല. ചെമ്പനെ വെച്ച് കൊത്ത്. ഈ പണ്ട് പായ കൊത്തുന്നത് കൊത്തണ്ട ചെമ്പനല്ല, നിന്റെ തന്തണ്ടല്ലോടാ ഗോവിന്ദൻ. അയാളെ കൊത്തേണ്ടത്. നിന്റെ ഞാൻ കൊത്ത. എന്തിനാ നീ ഒറ്റക്ക് വീണ്ടുന്നേ? നിക്കുന്ന പ്രാന്തായ കളിക്കാൻ പോയാലോ? ആ കള്ളൻ ചെമ്പനില്ലേ അന്റെ ചേച്ചിനെ പെണ്ണാണ് വരുന്നല്ലോ. അത് ഞാൻ അമ്പോട്ടനോട് പറഞ്ഞു. അമ്പോട്ട എന്റെ അച്ഛനെ കത്തിയെടുത്ത് കൊത്താൻ പോയി. നിന്റെ അളിയാ ഞാൻ പോകുന്നത് ആ കള്ളൻ ചെമ്പനാ. അയ്യേ ഇല്ല, ഇത് നടക്കല്ലോ. ഞാൻ അളിയാതെ വിളിക്കുന്നത് അമ്പോട്ടനെ മാത്രമായിരിക്കും. വാളെടുത്തവൻ വാളാലേ. മുൻസിത്തോണ്ട് രാവിലെ തന്നെ തുടങ്ങി. ഓർത്തു നിങ്ങളെ മോനല്ലേ ഇടാ ഗോവിന്ദൻ. ഓർത്തു അന്വേഷിക്കുവിൻ, കണ്ടെത്തും. തുടരെ മുൻസിയായിട്ടൊരു പ്രാന്തായും തോന്നുന്നു. എന്റെ പൊന്ന് മുൻസി വലിച്ചാ ഗോവിന്ദ മാമനല്ലേ ഇടാ. ഓർത്തു എന്തോ കത്തിയെല്ലാം എടുത്തിട്ട് കുറച്ച് പുല്ലരിയാനുണ്ടായി മാമ. എന്നിട്ട് പുല്ലരിച്ചിട്ടായ ആയി മാമ. ഏതായാലും നീ വന്നത് നല്ലതായി. അമ്മണിനെ കാണുന്ന ആണെന്റെ കൂട്ടക്കാർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചായ വെക്കാൻ വേറെ ഒന്നുമില്ല. കുറച്ച് ഓലക്കടി മട്ടക്കടിയെല്ലാം എടുത്തിട്ട് ചെമ്മീൻ തുള്ളാൽ മുട്ടോളം, പിന്നെ തുള്ളാൽ ചട്ടിയിൽ. മൂപ്പറെ മിണ്ടാതിരുന്നോ? നിങ്ങളെ പോയില്ല ഞാൻ ചട്ടിയിലാക്കും അധികം പറഞ്ഞാലാ. പുഷ്പചാര ഇപ്പൊ തരും പെട്ടെന്ന് തീർന്ന എല്ലാവർക്കും നല്ലത്. ശശി, ഇന്നു മുതൽ ഞാൻ പുതിയ മെൻഷനാവുന്നുണ്ടെങ്കിലും മറുപടി ഞാൻ പറയുന്നില്ല. ശശി, സസ്പെൻഷൻ മാറിയിട്ട് ഒരു പുതിയ പോലീസുകാരനായിട്ടുണ്ട്. ഒരു പെരിങ്കളനെ പൂട്ട് വന്ന് വാരഫലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശശി, അതേ വാരഫലത്തിൽ ഒരു പോലീസുകാരന്റെ തൊപ്പി ധരിക്കുന്ന എഴുതിയിട്ടുണ്ട്. ശശി, ഒരു പെരിങ്കളനെ പൂട്ടാണ്ട് തൊപ്പി ധരിക്കില്ലെന്നും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ശരി, കാണാം. അമ്മണിക്കുട്ടി എന്റെ എന്നല്ലേ അമ്മായി പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ മാമൻ പറയുന്നുണ്ട് അമ്മണിക്കുട്ടീനെ ചെമ്പന് കെട്ടിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് തമാശല്ല, നീ സീരിയസ് ആയിട്ട് എടുക്കരുതാ. അങ്ങനെ പറഞ്ഞൂടാ അമ്മായി. ഞാൻ അങ്ങനെ വിജയിച്ചിട്ടുണ്ടായത് നിങ്ങളാ. നിങ്ങൾ പറയുമ്പോ ഞാൻ വിജയിച്ചിട്ടുണ്ടായ ഓൾ എന്റെ തന്നെയല്ലേ ഞാൻ വിജയിച്ചിട്ടുണ്ടായത്. അമ്മണിക്കുട്ടി നിക്ക് കഴിയോ? അമ്മണിക്കുട്ടി എന്നോട് എന്നാ വേണ്ടാന്ന് പറയാൻ നിക്ക് കഴിയോ? അന്നും ഞാൻ പറഞ്ഞിനി, ഇന്നും ഞാൻ പറഞ്ഞിനി. അച്ഛൻ പറയുന്ന ആളെ മാത്രമേ ഞാൻ മംഗലം കഴിക്കൂ. പോയിട്ട് അച്ഛനോട് ചോദിക്കും. എന്തായാലും ഞാൻ ചോദിക്കും അമ്മായി, എന്തായാലും ഞാൻ ചോദിക്കും. ഈ 2 മുടി ഉള്ളത് ഇനി എന്താക്കണ്ടേ പുഷ്പചാര? ഈടെ ചെറുങ്ങനെ കട്ടാക്കറപ്പാ. ഇടലുണ്ടല്ലോ കുറച്ച് വലുതായിട്ട്. ഇനി 1 മണിക്കൂർ കൂടി വേണം. എന്തിനു 1 മണിക്കൂർ? ഈടെ ചെറുങ്ങനെ കട്ടാക്കിയാൽ തീർന്നില്ലേ?
ഇതല്ല ഓണം ബമ്പറിന്റെ റിസൾട്ട് അറിയാൻ 1 മണിക്കൂറുണ്ട്. അതിന് നീ എന്തിന്റെ ടെൻഷൻ അടിക്കുന്നേ? ഈ വർഷത്തെ ഓണം ബമ്പർ എനിക്ക് തന്നെ. എൻ്റെ വണ്ടി നമ്പറും ടിക്കറ്റ് നമ്പറും ഒന്ന് തന്നെ. അതിന് നീ പഠിക്കണ്ട, എനിക്ക് തന്നെ അത്. അതിൽ പിന്നെ യാതൊരു സംശയമില്ല. എത്ര പൈസ പറ? എത്ര പേഴ്സ് കാണുന്നില്ല. ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഒരുത്തനെ പറ്റിച്ച് ഓസി അടിച്ചിട്ട് ഒരു ടിക്കറ്റ് ഉണ്ടായിനി, ഒരു പൈസ ഉണ്ടായിനി. പോയിട്ടോ. ആർക്കും വേണ്ടേ 10 ഉറുപ്പ്യ ഇങ്ങനത്തെ ഒരു എച്ചി, പിന്നെ ആർക്കും വേണ്ടാത്തൊരു ലോട്ടറി. ചമ്പാ വേറെ പോവാ. നീ എന്താ പേഴ്സ് കളഞ്ഞത്? സത്യം പറയും, നീ കട്ടതല്ലേ ഇത്? ഈ കാക്കിയിട്ട് നിങ്ങളെ കണ്ടൊക്കെ അപ്പൊ ചൊടി വരും. അത്ര ദ്രോഹിച്ചിട്ടുണ്ടായിട്ടിങ്ങോ പണ്ട്. അതാ എച്ച് പുഷ്പന്റെ പേഴ്സ് അതിലൊന്നിനും കൊള്ളാത്തൊരു ലോട്ടറി ഉണ്ടാകെ. എല്ലാ പണിയും എടുത്തിട്ട് അമ്മണിക്കുട്ടി എൻ്റെ വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ പോയിട്ട് ബോളനായി അല്ലേ? ഈ പണി നിങ്ങൾ അതിമതം കൊണ്ടല്ലേ കിട്ടിയത്? അതേടാ, അതിമതം കൊണ്ട് തന്നെ കിട്ടിയത്. ഞാൻ ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് എത്ര പഴംപൊരി നിനക്കെല്ലാം മേടിച്ചു തന്നിട്ടാ. എന്റെ പഴംപൊരിയിലെ തടി തന്നെയല്ലേറാ ഇത്? അതുകൊണ്ടല്ല നിങ്ങളെ കേൾക്കുന്നത്. ചേച്ചിന്റെ കാര്യം അച്ഛനോട് ചോദിക്കും. ചോദിക്കൂറാ, ഞാൻ എന്തായാലും ചോദിക്കും. മാമ ബെർത്തും രാമ്പു പോയിട്ട് 100 പേരെ ബാക്കിൽ എടുത്തുവിടാ. അപ്പം വരുമ്പോൾ എന്നാ കൊടുക്കണ്ടേ നല്ലതുണ്ടെങ്കിൽ ഇതേ പോയിട്ട് എടുത്തിട്ട് വാ. വേണ്ട മാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ പറഞ്ഞോ? 100 റുപ്യയുടെ ബേക്കറി മതിയാവല്ലേ മാമ? മതിയാവൂറാ, എല്ലാവരും ചടങ്ങുന്നല്ലേ, വേഗം മേടിച്ചിട്ട് വാ. ചെമ്പാ, നീ കക്ക് നല്ല നിർത്തി നിന്നിട്ടാണ് ഞാനിപ്പോൾ നിന്നെ പെണ്ണ് കാണാൻ കൊണ്ടുവന്നേ. എൻ്റെ ഈ ബ്രോക്കർ പണിയിൽ നീ കഞ്ഞിക്ക് പാറ്റിട്ടല്ല. ഞാൻ നിർത്തി നിന്നതോടെല്ലാം നിർത്തി. ഇതന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്? അല്ലപ്പാ, സത്യമായിട്ട് നിർത്തിന്ന്. നീ കള്ളെന്ന് അറിഞ്ഞിട്ടും ഗോവിന്ദേട്ടൻ നിനക്ക് പെണ്ണ് തരാൻ തീരുമാനിച്ചെന്തറിയോ? നീ നല്ലവനാവെന്ന് അറിഞ്ഞിട്ടാണ്. കോഴിക്കെട്ടിലും തേങ്ങ പൊട്ടിക്കല്ലല്ലോ അയാൾക്കൊരു വീക്ക്നെസ് ഇല്ലേ നിന്റെ ഭാഗ്യമായി ചെമ്പാ. നീ പുതിയ മനുഷ്യനാവോ ചെമ്പാ? മണിയറയിൽ കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മനുഷ്യനാവും. ഇല്ലെങ്കിൽ തടവറയിൽ കിടക്കും നിന്നെ കൊന്നിട്ട്. വെറുതെ നീ തമാശാരല്ലേ അമ്പാ? ഗോവിന്ദമാമനോട് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പകരം ചെമ്പനോട് പറയാം. അതിലോ വീണില്ലെങ്കിൽ വീഴ്ത്തും, അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തും ഞാൻ. ഇതിന്റെ അപ്പുറം വന്നപ്പോട് കൊത്തി പോരണം പോട്ടാ. എന്റെ കൊത്തുകൊണ്ടില്ലെങ്കിൽ ആ ബേറ്റോണ്ട് അവന്റെ തലമണ്ട തച്ചു പൊളിക്കണം. ഒക്കെ നിൽക്കുവാറാ. ചെമ്പാ, മടങ്ങി പോകുന്നത് എനിക്ക് നല്ലത്. എൻ്റെ അമ്മണിക്കുട്ടീനെ ഞാൻ തന്നെ കെട്ടും. 2 കൊല്ലം മുമ്പ് ഞാൻ അവളെ നശിപ്പിച്ചിന്. ഇപ്പോഴും എൻ്റെ കുഞ്ഞോളെ വയറ്റിൽ വളരുന്നുണ്ട്. അറിയോ നിനക്ക്? വെറുതെ ഒരു ഗുമ്മിരിക്കട്ട്. എന്ത് പറയാ ചെമ്പാ, മടങ്ങി പോകുന്നതല്ല എനിക്ക് നല്ലത്. അമ്പോട്ടാ മാസം പോട്ടാ. ചെമ്പാ, മുമ്പിലോട്ട് വരണ്ട. വന്നാ കൊത്തും ഞാൻ, ഉറപ്പായിട്ടും കൊത്തും. തല കാണില്ല നിന്റെ ചങ്കിന്റെ മുകളിൽ. കത്തിയെടുത്ത് വീശാ പോട്ടാ. ചെമ്പേട്ടാ, എൻ്റെ അമ്മണിക്കുട്ടീനെ എനിക്ക് എന്നെ വേണം ചെമ്പേട്ടാ. നിങ്ങൾക്ക് വേറെ എത്ര പെണ്ണിനെ കിട്ടും ചെമ്പേട്ടാ? നിങ്ങൾ എന്ത് ഗ്ലാമർ ഉണ്ട് കാണാൻ. ഞാൻ എന്ത് എന്നെ കാണുന്നില്ലേ നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കെട്ടിക്കൂടെ? ഇവിടെ പയ്യെ പോയിക്കൂടെ നിങ്ങൾക്ക്? വെറുതെ എന്തിനാ എൻ്റെ അമ്മണിക്കുട്ടീനെ തട്ടിയെടുക്കാൻ നിങ്ങൾ പോകുന്നത് ചെമ്പേട്ടാ? ക്രിക്കറ്റ് കളിക്കാൻ വന്നല്ലോ, നമുക്ക് പോവാലോ. നിക്ക് മക്കളെ, ഇപ്പൊ ക്രിക്കറ്റ് ഒന്നും കളിക്കണ്ട. നമ്മ നേരെ വീട്ടിൽ പോവാലപ്പാ. ശങ്കരേട്ടാ, ഒന്ന് മുട്ടിയിരുന്നല്ലേ? മുട്ടിരുന്നിപ്പോ മുട്ടിരുന്നിട്ട് മുമ്പ് എന്താ ഗ്രിപ്പിന് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടിപ്പാ. ഇതാ കണ്ടില്ലേ കാർത്തിയായന് ഇതാ ഒരുപാട് പച്ചവെള്ളം കൊണ്ടാ വേഗം കൊണ്ടാണേ. പോയിന്നാ കേട്ടാ, നീ ആ കള്ളൻ ചെമ്പൻ എന്തായാലും ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത് ശരിയാക്കി. ആരെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതായിട്ട് ഞാൻ കേട്ടാ. ആര്? ഓനാ ആ കള്ളൻ ചെമ്പനാ? ആ നാറിയാ നന്നാകാനാ? ഇത് പതർന്നൽ കറുത്താൻ നീ കുറച്ച് പച്ചവെള്ളം കൊണ്ടാ. പച്ചാളം തിരിഞ്ഞ എനിക്കറിയും ശങ്കരേട്ടാ. ഒരുമാതിരി ഇവിടെ തേറവേല ഇവിടെ നടക്കടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവിടെ നല്ലൊരു ദിവസം നടക്കുന്ന സമയം കുഞ്ഞിനെ പെണ്ണ് കാണാൻ വരുന്നതല്ലേ? നിങ്ങൾ വൈകിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കുടിക്കാൻ മറിയാം എന്തുവാണെങ്കിൽ അക്കറൊന്നും വേണം കുടിക്കാൻ. രാവിലെ 10 ഇട്ടത് പിരിഞ്ഞു. ബ്രോക്കറെ, ഇത് കാണുമ്പോ പൊറുതി വരുന്നില്ല ബ്രോക്കറെ എനിക്ക്. ശങ്കരേട്ടാ, മാറി ശങ്കരേട്ടാ, നോക്കട്ടെ, ഇങ്ങോട്ട് മാറിയാ.
നടുക്കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കും. ആളൊരു പഴഞ്ചൊല്ലേ പറയൂ. നാട്ടിൽ മുൻഷി തൊണ്ടനെന്ന് അറിയപ്പെടുന്നത്. അത് എൻ്റെ അച്ഛനായിട്ട് വരും. ബ്രോക്കറെ എടുക്കാവൂ. അത് അമ്മറ കൊള്ള പന്നി, അവൻ്റെ മോനെ മര്യാദ എടുക്കണ്ട നീ. നിങ്ങൾ ആ സമയം ലേറ്റ് ആക്കണ്ട് പെണ്ണിനെ ഒന്ന് വിളിക്കുവാ. അമ്മണി ചായക്ക് നല്ല രുചി. നോക്കട്ടുപ്പാ. എല്ലാം ഒരേപോലെ തന്നെ. പിള്ളേർക്ക് എന്തെങ്കിലും മുണ്ടാനുണ്ടാവും. അപ്പുറം പോയിക്കോ. നിങ്ങൾ എടുക്കണ പോന്നേ? നിങ്ങളാണ് പിള്ളേർക്ക് ഉണ്ടാവുണ്ടാവും. നമ്മുണ്ടാവുന്നേ. പോ. നീ എന്തൊന്നും മിണ്ടാതെ നാണക്കെടാന്നാ. നിന്റെ പേരെന്ത്? പേര് അമ്മിണിക്കുട്ടി. വയസ്സ് 25. 3 നക്ഷത്രം. 10ാം ക്ലാസ് 3 ഇട്ടതിന് 8 നിലയിൽ പൊട്ടീനി. വേറെന്താ അറിയണ്ടേ? ഞാൻ എന്തിനോട് വെക്കുന്നേ? നിന്റെ 7 തലമുറ ഇത് അനുഭവിക്കും. എന്റെ ശാപം ഇത്. ഞാൻ ചാവാൻ പോവാണ്. ദൈവത്തിന് പോലും എന്നെ വേണ്ടാതായോപ്പ. ശാവിനെ തുറക്കാനും കഴിയുന്നില്ല. മനസ്സമാധാനായിട്ട് ചാവാനും തമ്മിക്കില്ലപ്പ. ഹലോ ബോട്ടാ, നിങ്ങൾ ആരല്ലേ? നീ കാര്യം പറയും. നമ്മുടെ നാട്ടില് 25 കോടിന്റെ ലോട്ടറി അടിച്ചിട്ടുള്ളൂ. അത് അക്കൊല്ലം ചക്കൂരല്ല അച്ഛനുമല്ല. നിങ്ങൾക്കല്ലല്ലോ. നീ ആ നമ്പറൊക്കെ പറഞ്ഞേ. TD076767. ഹലോ അമ്മട്ടാ. ഹലോ. പേഴ്സ് എവിടെ പോയിപ്പാ? ഞാൻ നേരത്തെ ബാർബർ ഷോപ്പിൽ പോയി, ബേക്കറിയിൽ പോയി. ബ്രോക്കറെ ഞങ്ങൾക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ടു, പെണ്ണിന്റെ അമ്മേനെ ഇഷ്ടപ്പെട്ടിന്. ആരായാലും മതി, ശരിയാക്കി തന്നാ മതിയോ. കാര്യം നടന്നു കഴിഞ്ഞാൽ കമ്മീഷൻ ആദ്യം എനിക്ക് തന്നിരണം. ആദ്യം ശരിയായിട്ട് ഇപ്പൊ അത് പിന്നെയല്ലേ. പുഷ്പ സാറേ, സാറെന്തിയുടെ ഇങ്ങനെ തപ്പിക്കൊടുക്കുന്നത്? ഈടെ രതീശ്, ഞാൻ 25 കോടി ലോട്ടറി എടുത്തിനി. അത് എൻ്റെ പേഴ്സും എല്ലാം കാണുന്നില്ല. അതിനാണ് 25 കോടി കിട്ടിയത്. അത് എനിക്ക് പേഴ്സ് കാണാതെ ആ ലോട്ടറിയും കാണുന്നില്ല. എന്താക്കുന്നതെന്ന് അറിയുന്നില്ല. ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പറും ആ നമ്പറും നോക്കിയിട്ടാണ് മേടിച്ചത്. കാലഘട്ടം അതിനെന്നെ മറിയുകയും ചെയ്തു. ചെമ്പ കട്ട പേഴ്സിൽ 25 കോടി ഉണ്ടായിനാ. സോറി. താങ്ക് യു. പൊന്നുമോനെ രാകേഷ്. നോ, ഡോണ്ട് കോൾ മീ രാകേഷ്. ഐ എം അംബു. ഇന്നലെ വരെ വേദനിക്കുന്നൊരു പാവപ്പെട്ടവനായിരുന്നു ഞാൻ. ബട്ട് ഇന്ന് വേദനിക്കുന്നൊരു കോടീശ്വരനാണ് ഞാൻ. എങ്കിലും വേദന ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഐ ഡോണ്ട് ചേഞ്ച്. മോനെ രാകേഷ്. അല്ലല്ല അമ്പു, എൻ്റെ അമ്മണി കുട്ടീനെ നീ എത്ര മാത്രം സ്നേഹിക്കുന്നത് നീ ഗോവിന്ദ മാമന് ഇപ്പം അറിഞ്ഞത്. ബാമനെ, നിങ്ങളെ കല്യാണം ഞങ്ങൾ പറ്റനാക്കാം. വാ. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കണ്ടേ? ആ ലോട്ടറി ടിക്കറ്റ് ഒന്ന് കാണിക്കുവാൻ. ഒരൊറ്റ മിനിറ്റ്. അമ്മണി കുട്ടി, ഇതാണ് നിന്റെ ചെക്കൻ. ആ മാല എടുത്തില്ല കൗത്തിൽ കെട്ടു.
മാമ ആ ഇടാലേ? ഇട് ആ, ഇടാലേ? ആ, ഇട് 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 നാട്ടില് ഫുള്ള് പാട്ടായിട്ട് അമ്മുന് ലോട്ടറി കിട്ടിയത് ഓനെ കൊന്നിട്ട് അതെങ്കിൽ ഞാൻ മേടിച്ചരാം. പക്ഷെ എനിക്ക് 7 കോടി ഉറുപ്പ്യ തരേണ്ടി വരും. 6 കോടി ഇപ്പൊ നമുക്ക് രണ്ടാക്കും തരണം. ആദ്യം ടിക്കറ്റ് കിട്ടട്ട് പിന്നല്ലേ 7 കോടി 8 കോടിയുടെ കണക്ക്. അവസാനം കാണാ പറയാൻ കഴിയാ. പോലീസ് ഒന്നും നോക്കില്ല, ഒന്നറിഞ്ഞാനാ. അപ്പൊ നിനക്ക് മംഗലയിക്കണ്ടാ, നീ ജയിലേക്ക് പോയി. 7 കോടി കിട്ടിയ പിന്നെ എന്തിനു മംഗല പോയി പണി നോക്കട്ടാ. കമാ അളിയന്റെ വക നിനക്കൊരു സമ്മാനം. ജഗ്ഗു ഓൾഡ് മാൻ, പൈസ കൈമ വന്നോട്ടോ, നമുക്ക് കൂടാം. എനിക്ക് ഭാവി അമ്മയ്യപ്പനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗോവിന്ദമ്മ come on. എന്താ മോനെ പറയാനുള്ളത്? മാമ, കല്യാണം വരുന്നത് നമുക്ക് ബുർജ് ഖലീഫയിൽ വെച്ച് നടത്താം. നമ്മുടെ നാട്ടുകാരൊക്കെ ദുബായ് കണ്ട പോലെ ആയല്ലോ. എല്ലാം അറിയുമോ പറഞ്ഞതുപോലെ? മാമ, ആ ബീഡി ഇനി മാറ്റി നമുക്ക് കുറച്ച് നല്ലതൊക്കെ വിളിക്കാം. ഓക്കെ പരിഷ്കാരികളായി പോയില്ലേ നമ്മളൊക്കെ? എന്നാൽ ഞാനും ഒന്ന് വിളിക്കാം. ഓക്കെ. അല്പന രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കും. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.